റഷ്യയിൽ അങ്ങനെ അപ്പാർട്ട്മെന്റ് എടുക്കാന്നുള്ളതൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് എന്താ ബസ് സ്റ്റോപ്പ് ഒക്കെ എല്ലാവർക്കും അറിയൂലേ? റഷ്യത്തെ ബസ് സ്റ്റോപ്പ്. നമ്മളെ അപ്പാർട്ട്മെന്റ് തപ്പി ഇങ്ങനെ പോവാണ്. ഇതാണ് ശിങ്കു അപ്പാർട്ട്മെന്റ്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ബിൽഡിങ്. അപ്പം 6 മണിക്കാണ് അപ്പോയിൻമെന്റ്. നമ്മളൊരു 5:50 ആകുമ്പത്തിന് ഇവിടെ എത്തി. ഇതാണ് കേട്ടോ അപ്പാർട്ട്മെന്റ്. ഇത് കിച്ചൺ. ഇതാട്ടോ പുറത്തേക്കുള്ള വ്യൂ. കിടിലം വ്യൂ അല്ലേ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്പാർട്ട്മെന്റ് ഹണ്ടിങ്ങിലോട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കൂ. എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു അപ്പാർട്ട്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസത്തിന് റെന്റിന് എടുത്തതാണ്. റെന്റിനല്ല, ബുക്ക് ചെയ്ത് വാങ്ങിയത്. ഓക്കെ. ഇപ്പം നമ്മള് പോണതെന്ന് വെച്ചാല് ലോങ് ടേം ആയിട്ട് നിൽക്കാൻ വേണ്ടിട്ട്. യെസ്, ഞാനൊരു 3 months ഇവിടെ ഉണ്ടാകുന്നാണ് ശിങ്കു പറയുന്നത്. 3 months, 8 months, 10 months. 10 monthsനൊക്കെയാണ് ഇവര് കൂടുതലുള്ള ഇതിനാണ് ഇവര് രജിസ്ട്രേഷൻ തരിക. അത് ഞാൻ ഹോട്ടലുകാരും രജിസ്ട്രേഷൻ തരും. ഇങ്ങനെ നിൽക്കണെങ്കിൽ സോ പുള്ളിക്കാരി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. പുള്ളിക്കാരി വീഡിയോയിൽ എങ്ങനെ അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുള്ളത് റഷ്യയിലാണ്. റഷ്യയില് റൂൾസ് പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു ബിസിനസ് വിസയ്ക്കാണ് ഇവിടെ വന്നെങ്കിലും നമ്മൾ ഏത് സ്ഥലത്താണ് താമസിക്കുന്നത്, ആ താമസിക്കുന്ന സ്ഥലം ഏത് ബിൽഡിംഗ് ആണ്, ഏത് റൂമാണെന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതാണ് ഇവിടുത്തെ റൂൾസ്. അപ്പോൾ ഷിങ്കുവിന്റെ റൂള് പ്രകാരം ഷിങ്കു ഓൾറെഡി യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അവള് എന്റെ കൂടെ താമസിക്കുകയാണെങ്കിൽ ആ രജിസ്ട്രേഷൻ മാറ്റിയിട്ട് എന്റെ കൂടെയുള്ള രജിസ്ട്രേഷൻ മാറ്റും. കാരണം ഒരാള് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന ആള് ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. പോലീസായാലും ബാങ്കായാലും ആരായാലും, അത് നിങ്ങളിപ്പോ ടൂറിസ്റ്റ് ആയിട്ട് വരികയാണെങ്കിലും ഇതേപോലെ ഹോട്ടലിൽ ചെല്ലും, ഈ ഹോട്ടലുകാർ ചെയ്തോളും ഈ രജിസ്ട്രേഷൻ. അതുപോലെ നമ്മൾ ഇന്നിപ്പോ അപ്പാർട്ട്മെന്റ് ഹണ്ടിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. പല അപ്പാർട്ട്മെന്റ് നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാർക്ക് അപ്പാർട്ട്മെന്റ് കിട്ടാൻ അത്ര സുഖമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇംഗ്ലീഷ് സംസാരിക്കില്ല. നമ്മള് പിന്നെ റുസ്കി, അതുകൊണ്ടല്ല നമ്മൾ നല്ല മസാല യൂസ് ചെയ്യും. അപ്പം ഓരോ പേര് വിളിക്കണമെന്ന് വെച്ചാല് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സ്മെല്ലാക്കിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അതാണ് ഇവരുടെ പ്രശ്നം. പിന്നെ ഫുള്ള് മസാല, മഞ്ഞപ്പൊടി, അതും ഇതൊക്കെ കൂട്ടണം അവർക്ക് ഇഷ്ടമില്ല. മൊത്തം മസാല. നമ്മൾ പെട്ടി എങ്ങനെ ചെക്ക് ചെയ്ത് നിങ്ങൾ ഈ റൂമിലോട്ട് കയറേണ്ട. ഓക്കെ, അപ്പം അതൊരു റീസണാണ്. പിന്നെ റുസ്കി പനിമായ റഷ്യൻ അറിയണം. അപ്പൊ നമ്മളൊരു അപ്പാർട്ട്മെന്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ സമയം 4:30. 6 മണിക്കാണ് അവിടെ പോയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്. നമ്മളെ നാട്ടിലത്തെ പോലെ ആ റൂം കാണാൻ ചെല്ലാൻ ഒന്നും പറ്റില്ല. ബുക്ക് ചെയ്യണം ഏജന്റ് ത്രൂ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് 6 മണിക്ക്. അപ്പൊ നമ്മൾക്ക് അത് പോയി നോക്കാം. അപ്പം അതിന്റെ ഇടയ്ക്ക് നമ്മള് ലഞ്ച് കഴിച്ചിട്ടില്ല, ഫുഡും കഴിക്കണം. മാത്രല്ല നമ്മള് ഒരു അപ്പാർട്ട്മെന്റ് എടുക്കണേ മുമ്പ് കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ സൈൻ എഗ്രിമെന്റ് ഒക്കെ എഴുതണം. ഒരുപാട് പരിപാടീസ് ഉണ്ട്. അപ്പൊ റഷ്യയിൽ അങ്ങനെ അപ്പാർട്ട്മെന്റ് എടുക്കാന്നുള്ളതൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പം ലെറ്റ്സ് ഗോ. ഓക്കെ, ബൈ. ലൈറ്റ് ഓഫ് ചെയ്തില്ല. ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു. അപ്പോൾ നമ്മളിപ്പം ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഈവനിങ് ആണ് പോണത്. അപ്പോൾ നല്ല രസമുണ്ട്. ഷിങ്കു ഇന്നലത്തെ അതേ ഡ്രസ്സ് കേട്ടോ. അപ്പം അങ്ങോട്ടാ ഷിങ്കു ആദ്യം പറയും അങ്ങോട്ടാന്ന്, പിന്നെ പറയും ഇങ്ങോട്ടാന്ന് അറിയും, പിന്നെ പറയും ഇങ്ങോട്ടാന്ന്. പോയി നോക്കാം. എന്താ മേടിച്ചു തരാ? ചോറും പരിപ്പേരും കിട്ടുമോ? ഉപ്പ് കിട്ടും. ലെറ്റ്സ് ഗോ. ഇതാണ് എന്താ ബസ് സ്റ്റോപ്പ് ഒക്കെ എല്ലാവർക്കും അറിയൂലേ? റഷ്യത്തെ ബസ് സ്റ്റോപ്പ്. റഷ്യയിലെ ബസ് സ്റ്റോപ്പ്. ഇതെല്ലാം അപ്പാർട്ട്മെന്റ്സാ. മൊത്തം അപ്പാർട്ട്മെന്റ്. ഇവിടെ എല്ലാവരും കൂടുതൽ അപ്പാർട്ട്മെന്റ്സിലാണ്. ബസ്സിലെല്ലാരും യാത്ര ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ ബസ്സിൽ യാത്ര ചെയ്യും. ഇവിടെ ബസ്സും ടാക്സിയാണ്. കാറൊക്കെ ആണെങ്കിൽ എല്ലാ റൂട്ടിലും ബസ് ഓടും. പിന്നെ എവിടേക്ക് പോവാനും ഒരു സിറ്റിന്റെ പൈസയുള്ളൂ. പല സിറ്റിയിലും പല പൈസ. ഇവിടെ 40 രൂപ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടോ. ഞാൻ ഓൾറെഡി റഷ്യയിൽ യാത്ര ചെയ്താണ്. എൻ്റെ വീഡിയോസ് കാണാത്തവർ യാസിൻ വ്ലോഗ്സ് എന്ന ചാനൽ കയറി കാണുക. അത് പറയുന്നത് മാത്രം എടുക്കാത്ത എന്റെ മെയിൻ ചാനൽ യാസിൻ വ്ലോഗ്സ്. എല്ലാവരും അത് ഇതുവരെ ഒന്നും എടുത്തില്ലല്ലോ. അതിന് വേണ്ടിട്ട് പറഞ്ഞതാ. അതെന്താ എടുക്കാത്ത? കഴിഞ്ഞ വട്ടം അത് മാത്രമല്ല എടുത്തുള്ളൂ. അന്ന് ഈ ചാനൽ ഇല്ല. ഇപ്പൊ എന്താ ചാനലിന് വേണ്ടി ഒന്നും എടുക്കാത്ത? നമുക്ക് വില്ലേജിൽ പോവാം.
ഓക്കെ, ഇനി കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ആ പറഞ്ഞു ഓണാക്കി. അപ്പോൾ ഗൈസ് നമ്മൾ നടന്ന് വരുത്തി ആ ഭാഗത്തായി യൂണിവേഴ്സിറ്റി. നല്ല കാറ്റുണ്ട്, ഉറക്കെ പറയണം. യൂണിവേഴ്സിറ്റി അവിടെയാണ് കേട്ടോ. അതിന് യൂണിവേഴ്സിറ്റി നല്ല കാറ്റുണ്ട്, നല്ല കായും വെച്ചു. പക്ഷെ കുറച്ച് വെയിൽ കുറയും. ഇത് 4 months വേണ്ടി അവർ കഷ്ടപ്പെട്ട് ഈ സമ്മറിനെ വെൽക്കം ചെയ്യാൻ ഉണ്ടാക്കിയ പൂക്കളാട്ടോ ഇവര് ഭയങ്കരമായിട്ട്. ഇതിലേ വാ. പിന്നെ വിന്റർ ആവുമ്പം ഇവരെന്താ ചെയ്യാന്ന് വെച്ചാല് ഇവിടെ മൊത്തം ഇഗ്ലൂ, കുതിര, ഐസും ഉണ്ട്. അതൊക്കെ പറഞ്ഞു കൊടുക്കോ ഇങ്ങനെ. വിന്റർ ആവുമ്പോൾ ഈ പൂവൊക്കെ മാറ്റിയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ സാധനങ്ങളുണ്ട്. നമ്മളെ അപ്പാർട്ട്മെന്റ് തപ്പി ഇങ്ങനെ പോവാണ്. ഇതാണോ ശിങ്കു അപ്പാർട്ട്മെന്റ്? ഇതൊന്നല്ല. ശിങ്കുതാ ജ്യൂസ് കുടിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. ഇതെന്ത് ജ്യൂസാ? ചോക്ലേറ്റ് ഷേക്ക്. അപ്പം ആർട്ടിലൈൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അല്ല ആർട്ടിലൈൻ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ആട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. പോണ സ്ഥലമൊക്കെ രസമുണ്ട്. അതാണ് ടൗണ്. ലെറ്റ്സ് ഗോ. നമ്മൾ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ബിൽഡിങ്. അപ്പം 6 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. നമ്മളൊരു 5:50 ആകുമ്പത്തിന് ഇവിടെ എത്തി. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ എൻട്രി നമ്പർ 2 അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നല്ല ഏരിയ അല്ലേ? അടിപൊളി ഏരിയ അല്ലേ? നല്ല ബസ് സ്റ്റോപ്പ് അല്ല, കഴിക്കാനുള്ള ഫുഡിൻ്റെ. ആ ശരിയാണ്, നമ്മളിപ്പോൾ അവിടെ നിന്നല്ലേ കഴിച്ച് വന്നല്ലേ. ഒരു 100 മീറ്റർ ഇല്ല. കൊള്ളാം. അപ്പം നമ്മളിഞ്ഞ് കയറിയിട്ട് നോക്കട്ടെ. ഈ ഒരു ഏരിയ കുറച്ച് എക്സ്പെൻസീവ് ഏരിയ ആണ്, എന്നാലും നോക്കാം. ശിങ്കു റിച്ചാന്നാണ് പറഞ്ഞത്. ശിങ്കു കൊടുത്തോളാന്നാണ് പറഞ്ഞത്. ഈ CBIക്ക് റൂമൊക്കെ വേണോ? എന്റെ ഭർത്താവിന് വേണ്ട. എന്റെ ഭർത്താവ് വളരെ അംബാനിയേക്കാൾ മുഖമിലാണ്. 3 റിസർവ് ബാങ്ക് ഉണ്ടല്ലേ? യൂട്യൂബിൽ ഇങ്ങനെ പൈസ കൊട്ടയിൽ ഇങ്ങനെ കോരി. അവര് വരട്ടെ കേട്ടോ. ഇതാണ് കേട്ടോ അപ്പാർട്ട്മെന്റ്. ഇത് കിച്ചൺ കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് വ്യൂ, നല്ല കിടിലൻ വ്യൂ. കുറച്ച് സെറ്റപ്പ് ആക്കാനുണ്ട്. ഇത് ബാത്റൂം. ഇത് കട്ടിൽ ഇത് വരും, ഇതവിടെ വരും. പിന്നെ സ്പേസ് അവിടെ വരും. പിന്നെ ഇത് സിംഗിൾ ബാത്റൂം. ഇഷ്ടപ്പെട്ടോ? എടുക്കാം. ഇതാട്ടോ പുറത്തേക്കുള്ള വ്യൂ. കിടിലൻ വ്യൂ അല്ലേ? നമ്മൾ എഗ്രിമെന്റ് എഴുതി കൊണ്ടിരിക്കുക കേട്ടോ. ഒരുപാട് തെണ്ടിത്തിരിയേണ്ടൊന്നും വന്നില്ല. നമ്മൾ ഈ ഫ്ലാറ്റിൽ 7ാമത്തെ നിലയിൽ നമ്മൾ അപ്പാർട്ട്മെന്റ് എടുത്തിരിക്കും. യെസ്, നാളെ ഇങ്ങോട്ട് മാറും. എനിക്കത്ര ചിരിയില്ല, കാരണം ഇതിന്റെ പൈസയൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. നാളെ പറയാം. അതൊക്കെ പറയുമോ എൻ്റെ ചിരി കുറയും. ഇത് 1 of the എക്സ്പെൻസീവ് ഏരിയ ആണ് ഇവിടെ ഉള്ളത് അല്ലേ? നല്ല നല്ല ഏരിയാസൊക്കെ നല്ല ഏരിയ ആണ്. പിന്നെ അവർ ഇന്ത്യക്കാർക്ക് അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ അതിൻ്റെ ഓണർ ഇവിടെ കോളേജിൽ തന്നെയാണ് പഠിപ്പിക്കുന്ന ആളാണ്. പഠിക്കുന്നതും ഡോക്ടറുമാണ്. അതുകൊണ്ടാണ് നമുക്ക് തന്നത് ബിക്കോസ് ഞാൻ അവിടെ മെഡിക്കൽ സ്റ്റുഡന്റ് ആണല്ലോ. അടുത്ത കൊല്ലം ഡോക്ടർ ആവുമല്ലോ. അപ്പം വന്നപ്പോ തന്നെ ചോദിച്ചത് നീ എന്താണോ എടുക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ജനറൽ പ്രാക്ടീഷണറാണ്. അപ്പോൾ ആ പുള്ളിക്കാരത്തി പറഞ്ഞു ഞാൻ കാർഡിയോളജിസ്റ്റ് ആണ്, ഞാൻ എസ്ഗമൂലാണ്. എസ്ഗമൂ മീൻസ് എൻ്റെ കോളേജിൻ്റെ പേരാട്ടോ. അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്.
അപ്പം നമ്മളെ റൂമിൽ വൈഫൈ ഇല്ല, വൈഫൈ 2 ദിവസം കൊണ്ട് സെറ്റ് ആക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. സിമ്മും കിട്ടും. അപ്പം പുറത്ത് പോകുമ്പോ 2 സിമ്മും. ഓക്കെ, അപ്പം ഓൾ സെറ്റാണ്. എഗ്രിമെന്റ് ഒക്കെ എഴുതിയിട്ട് നമ്മള് പേപ്പർ കയ്യിലാക്കിയിട്ടുണ്ട്. മൺഡേ രജിസ്ട്രേഷൻ, നമ്മൾ പാസ്പോർട്ട് കൊണ്ടുപോകും. നമുക്ക് ഇന്ന് തന്നെ ഇപ്പൊ അങ്ങോട്ടേക്ക് മാറാം. പക്ഷെ നമ്മൾ നാളെ മുതൽ പുതിയൊരു തുടക്കം. നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കണം. ഇന്ന് നാളത്തേക്ക് ഹോട്ടലുണ്ട്. മറ്റന്നാൾ ഉച്ചക്ക് ചെക്കൗട്ട് ചെയ്താൽ മതി. ശരി, സാരല്ല, ഒരു ദിവസത്തെ പൈസ പോയി. വേണമെങ്കിൽ അവിടെ നിൽക്കാം, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരാം. എവിടെയായാലും പൈസ കണക്കാം. പിന്നെ നമ്മളൊരു പുതിയ സാധനം മേടിച്ചല്ലേ, ഇവിടെ തന്നെ വരാം. അപ്പോൾ നാളെ ഇങ്ങോട്ടേക്ക് മാറണം. പിന്നെ ശിങ്കുവിൻ്റെ ഹോസ്റ്റലിൽ പോയിട്ട് കുറേ സാധനം എടുക്കാണ്ട്, അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അപ്പോൾ നമ്മളെ ഏരിയ ഇതാണ്. ടഞ്ഞി മുതൽ ഇനി 3 മാസം നമ്മൾ ഇവിടെ. ആ പെണ്ണുങ്ങളെ പേരെന്തായിരുന്നു? അത് നതാലിയ, പിന്നെ ഡോക്ടർ പേര് ഒക്സാന. ഗൈസ്, ഞാൻ വളരെ ഹാപ്പിയാണ്. എന്താന്ന് വെച്ചാൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത കുറേ ഒന്നുമില്ല, എന്നാലും കുറച്ച് എമൗണ്ട് ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. പിന്നെ ഇക്കയും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ പൈസയൊക്കെയാണ് എടുത്തത്. പക്ഷെ എന്നാലും എന്റെ ഒരു കോൺട്രിബ്യൂഷൻ. ഇതിന്റെ ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ വീട്ടുകാരൊക്കെ ഇങ്ങനെ റെന്റിനും അതിനൊക്കെ എടുക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ സ്വന്തമായിട്ട് കല്യാണം കഴിച്ച് വേറൊരു രാജ്യത്ത് വന്നിട്ട് പുതിയൊരു അപ്പാർട്ട്മെന്റ് നമ്മളെ പൈസ, വേറെ ആരും പൈസ ഇല്ല കേട്ടോ, നമ്മളെ പൈസക്ക് മാത്രം പോയി എടുക്കാന്നൊക്കെ പറയുമ്പോ അതും ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആണ്. എന്തെങ്കിലും ഒരു നമ്മൾ എന്തെങ്കിലും ഒന്ന് എടുത്തല്ലോ, അതും സ്വന്തം ഒന്നല്ല, റെന്റിനാണ്. പക്ഷെ നമ്മളുടേതായ ഒരു വീടെന്ന് പറയാനൊരു സാധനം ഇപ്പൊ ഉണ്ട്. അതുമല്ല, എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു കുഞ്ഞ് സെറ്റപ്പ് എടുക്കാനാണ് വിചാരിച്ചേ. എല്ലാ സാഹചര്യവും ഒത്തു വന്നുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു അപ്പാർട്ട്മെന്റ് എടുക്കാൻ വേണ്ടി പറ്റി. അത് പുതിയതാണ്, ഇന്നേ വരെ ആരും അവിടെ താമസിച്ചിട്ടില്ല. വി ആർ ദ ഫസ്റ്റ് ഓണേഴ്സ്. നമ്മളാണ് ഫസ്റ്റ് അവിടെ താമസിക്കുന്നത്. എല്ലാം പുതിയതാണ്. അവിടെ ഒക്കെ സെറ്റായി. അപ്പാർട്ട്മെന്റിൽ പുതിയ ഇപ്പോഴും ആൾക്കാരൊന്നും വന്നിട്ടില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പുതിയ പണിത ന്യൂ ബിൽഡിംഗ് ആണ്. പിന്നെ അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷവും പിന്നെ പ്രൗഡും ആണ്. സംഭവം രാത്രി 7 മണിയായി. ഇവിടെ കണ്ടില്ല, ഇതുവരെ വെളിച്ചൊന്നും പോയിട്ടില്ല. നമ്മൾ അപ്പാർട്ട്മെന്റിൽ നടക്കും നേരെ വന്ന ഈ റിവർ. അവിടെ നിന്ന് നടന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടൗൺ എത്തിട്ടോ. ഞങ്ങൾക്ക് ഞങ്ങളെ റൂമിൽ പോകാൻ തോന്നുന്നില്ല. ഞങ്ങളിപ്പോ റെന്റിന് നിൽക്കുന്ന റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നടന്ന് വന്നപ്പോ വീണ്ടും ഞങ്ങൾ അപ്പാർട്ട്മെന്റ് എത്തി. ഇതാ നമ്മളെ റൂം ഇട്ടോ. മേലിന്ന് രണ്ടാമത്തെ. ഇവിടുന്ന് നേരെ ഇപ്പുറത്താണ് സൂപ്പർ മാർക്കറ്റ്. ഇതാണ് ഇവിടുത്തെ മെയിൻ സൂപ്പർ മാർക്കറ്റ്, മാഗ്നറ്റ്. അതിന് മീൻകട ഉണ്ട്, പക്ഷെ മീൻ കൂട്ടൂല. ഓക്കെ, 8 മണിയായി ഗൈസ്. അപ്പോൾ നമ്മളെ റൂമിലോട്ട് നടക്കുകയാണ്. ഇപ്പം നാളെ ഷിഫ്റ്റ് ചെയ്യണം മൊത്തം. ഇത് വെള്ളം വെക്കുന്ന സൗണ്ട്. അപ്പം ഗൈസ്, നമ്മൾ അപ്പാർട്ട്മെന്റ് ഹണ്ടിങ് ഒക്കെ കഴിഞ്ഞ് വളരെ ഹാപ്പി ആയി. നമുക്ക് റൂമെല്ലാം കിട്ടിയിട്ട്. അപ്പം നമ്മൾ ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് നാളെ ഇറങ്ങും. അപ്പം ഇത് 2 ദിവസത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ. അപ്പം ഇവിടെയുള്ള അമ്മച്ചിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഒരു ദിവസത്തെ റെന്റിന് റിട്ടേൺ തരാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സമാധാനം 3000 റുപ്യ തിരിച്ചു കിട്ടി. അപ്പം നമ്മൾ ആ സന്തോഷത്തിൽ ഒരു നെയ്ച്ചോറും കോഴി പൊരിച്ചതും ഉണ്ടാക്കുകയാണ്. ഇനി നമ്മൾ പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് വരാം. അവിടെ വെറൈറ്റി ഫുഡൊക്കെ ഞാൻ അപ്പാർട്ട്മെന്റിൽ പോയ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി തന്നില്ലെങ്കിൽ 3 മാസം ഞാനിവിടെ പഠിച്ചോനെ എനിക്ക് വയ്യ. ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. റഷ്യയിലോട്ട് ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ കം ടു റഷ്യ, സ്റ്റേ വിത്ത് മീ. ഓക്കെ, എന്റെ കൂടെ നിൽക്കാം, സ്റ്റേ ഒക്കെ ചെയ്യാം, നോ ഇഷ്യൂസ്. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് വിളിക്കുമ്പോൾ ഞാൻ ഒരു ഇനിയൊരു ഹെൽപ്പ് ചെയ്യാം. ആ പെട്ടിയൊന്ന് കൂട്ടി വെച്ചുതരാം. ഇത് വെറുതെ അല്ല, ഇന്ത്യക്കാർക്ക് റൂം കൊടുക്കൂല. മുളക് പൊടി, മഞ്ഞപ്പൊടി, ചൊപ്പൊടി, പുതിയ റൂമിൽ മാറിയിട്ട് വേണം അതൊക്കെ അവിടെ പോയിട്ട് തിന്നാൻ. ഓർഗനൈസേഷൻ ഉണ്ട്. ഇവിടുത്തെ നല്ല സെറ്റപ്പ് ഉണ്ട് കേട്ടോ. റൂം സെപ്പറേറ്റ് ഉണ്ട്. റൂം വേറെ ഉണ്ട്, ബെഡ് വെക്കാൻ, ബാത്ത് ടബ് ഒക്കെ ഉണ്ട് അവിടെ. എല്ലാം പുതിയതാ, ശ്രദ്ധിച്ചോ? എല്ലാം പുതിയതാ അവിടുത്തെ. അപ്പൊ നമ്മള് നാളെ ഇവിടുന്ന് മാറുകയാണെങ്കിൽ പെട്ടി കൂട്ടി വെച്ചേ.
സംഭവം ഇവിടുന്ന് ഒരു 700 മീറ്ററേ ഉള്ളൂ. പക്ഷെ ഈ പെട്ടിയായിട്ട് നടക്കാൻ പറ്റില്ല. അവിടെ നമ്മളെ രാവിലെ ഇവിടുന്ന് ടാക്സി ബുക്ക് ചെയ്യുമ്പോ ടാക്സിക്കാരൻ ചിരിക്കും. 700 മീറ്ററിന് ടാക്സി. ഈ പെട്ടി കൊണ്ടുണ്ടേ. ഇതാക്ക് പെട്ടി അടക്ക്. അതേ വെച്ചോളാം. അപ്പൊ അതൊക്കെയാണ്. ഇനി അവിടെ പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ. നെയ്ച്ചോറുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മള് അവിടെ വെച്ചാല് ഇലക്ട്രിക്കിന്റെ ഇതാണ്. നമുക്ക് എക്സ്ട്രാ ഒരു കോയിലിന്റെ എല്ലാം വർക്ക് ചെയ്യണ ഒരു സ്റ്റൗ കുഞ്ഞിത് വാങ്ങണം. ഇങ്ങനത്തന്നെ അവിടെ ഉള്ളത് അല്ല, അവിടെ വെച്ചാല് ഓവനും അടിയിൽ ഓവനുള്ള സാധനം. വലിയ ഇത് ചെറുതല്ലേ. ഇതുപോലെ തന്നെ ഇലക്ട്രിക്കിന്റെ സ്റ്റൗ ആണ്. ഇത് ഇലക്ട്രിക് ആണ് ഇതുപോലെ തന്നെ. പക്ഷെ ഇത് ഓവനൊന്നും ഇല്ലല്ലോ. ഓവൻ ഇവിടെ അല്ലേ, അവിടെ ഓവനും ഉണ്ട് അടിയിൽ. അപ്പം മറ്റേ നമ്മളെ വെള്ളയപ്പ് ചട്ടി അത് മറക്കൂല. നമുക്ക് സാധാരണ ഒരു ചെറിയ പൈസന്റെ കോയിൽ ടൈപ്പ് വാങ്ങിക്കാം. അപ്പൊ വെള്ളയപ്പ് ചട്ടിയും കുക്കറൊക്കെ അതും അതിന് മാത്രം വേണ്ടിട്ട്. അയ്യോ കരിഞ്ഞു പോണ്ട്. കരിഞ്ഞ് നെയ്ച്ചോറ് വറുത്തിട്ടൊക്കെ ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ കൊടുങ്ങല്ലൂർ സ്റ്റൈലാട്ടോ. ഓക്കെ. ശിങ്കു, ഹോസ്പിറ്റൽ എത്ര ദൂരത്താ അവിടുന്ന്? ഒരു കുഴപ്പമില്ല, ഇതിപ്പില്ലേ സെറ്റ് ആവും. വെള്ളം വലിഞ്ഞിട്ട്. ഇതാണ് ശിങ്കു ഉണ്ടാക്കിയ നെയ്ച്ചോറ്. നീ കഴിഞ്ഞ വട്ടപ്പൊക്കെ നല്ല കീട്ടിലാക്കി ഉണ്ടാക്കിയതാണ്. ഇതിൽ എന്താ സംഭവം അറിയോ? ഈ പാത്രം ശരിയില്ല. അല്ല, ഈ പാത്രം ശരിയല്ല, അടി പിടിക്കുന്നത്. അതായത് നമ്മള് പുതിയ നല്ല പാത്രം വാങ്ങിട്ടോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഉറപ്പായിട്ട് പറയും ഇത് കഞ്ഞുമല്ല ചോറുമല്ല, ഇത് എന്താണിത്. ചിക്കൻ പൊരിക്കാൻ ഇടുന്നുണ്ട്. എന്താ ഇതാണ് നെയ്ച്ചോറ്. ഐ ഡോണ്ട് കെയർ ഗൈസ്, ഞാൻ എന്തും കഴിക്കും. റൂം കിട്ടിയ സന്തോഷത്തിലല്ലേ. നെയ്ച്ചോറ് ഞാൻ നേരത്തെ പറഞ്ഞല്ല, ഇപ്പൊ റെഡി ആയി വന്ന്. പക്ഷെ നെയ്ച്ചോറായില്ല. നെയ്യും ഒരേലൊക്കെ മാത്രം ഇട്ടാണ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയ. നല്ലുണ്ട്. കേട്ടോ. അപ്പൊ നാളെ നമ്മള് പുതിയ വീട്ടിലോട്ട് പോവാ. അതെന്താന്നറിയോ, കൊറേ നാളായില്ലേ വീട്ടിൽ നിന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെ. സംഭവം കാണാൻ ലുക്കില്ല, സത്യമാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. സ്മെല്ലാണ് ഏറ്റവും നല്ലത്. നെയ്ച്ചോറിന്റെ സ്മെല്ലില്ലേ നെയ്യ് വെച്ചിട്ടില്ലേ, നല്ലുണ്ട്. എന്നാ വാ. അപ്പൊ ഗൈസ്, നമ്മൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യിക്കുകയാണ്. നാളെ നമ്മൾ പുതിയ അപ്പാർട്ട്മെന്റിലോട്ട് മാറുകയാണ്. ഇവിടുന്ന് നാളെ ചെക്കൗട്ട് അടിക്കും. അപ്പം നാളെ നമ്മളെ പുതിയ വിശേഷങ്ങളായിട്ട് കാണാം. അതുവരെ ബൈ.